മാന കണ്ടു, പിന്നെ അവിടെ പുലിയും ആനകളൊക്കെ ഉണ്ട്. അട്ടനെ നോക്കി നിൽക്കുക കേട്ടോ. അട്ട ഉണ്ടോ കടിക്കുണ്ടോ നോക്കുക. അട്ടുള്ള സ്ഥലമൊക്കെയാണിത്. അപ്പോൾ അട്ട കടിക്കുണ്ടോ നോക്കിയിട്ട് എന്താ അവർ മൂന്നാളും കൂടിയും ആദ്യം പോകുന്നുണ്ട് കേട്ടോ. കണ്ടോ, കണ്ടതൊക്കെ തട്ടിക്കളിച്ചിട്ടും ഒക്കെ നടക്കണം കേട്ടോ. എന്താ ആ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അതാണ് സജീവത്താൻ്റെ വീട് കേട്ടോ. അങ്ങനെ പിന്നെ അവർ മൂന്നാളും കൂടി ചായ കുടിക്കായിരുന്നു കേട്ടോ. ചായ കുടിക്കാതിരിക്കുന്നത് എങ്ങനെ, ഡാമിലത്തെ വെള്ളം കണ്ട് ഒക്കെ ആസ്വദിച്ചിട്ടാട്ടോ അവർ ചായ കുടിക്കായിരുന്നത്. എന്നിട്ട് അവർ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് അവർ ഇത്തിരി കൂടി അങ്ങോട്ട് മുകൾക്ക് പോയ കുറേ കോട്ടേഴ്സുകളും ഇതൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ കാണാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്കുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ടെന്നാണ് ഇവർ ഇവിടെ നിന്ന് നോക്കിയിട്ട് പറയുന്നത് കേട്ടോ. അതവിടുത്തെ അങ്ങനെ ഞങ്ങളവിടെ നിൽക്കുന്നതിൻ്റെ ഇടക്കാട്ടോ റെയ്ഡ് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വരിയായിട്ട് വരുന്നത്. അങ്ങനെ അവരവിടെ പോയി നിന്നിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തരും, അതൊക്കെ വീഡിയോ എടുക്കുക, എന്നിട്ട് നമുക്ക് യൂട്യൂബിൽ ഇടാം, അപ്പോൾ ഫോട്ടോ എടുക്കുക പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അത് അവനക്ക് അവൻ്റെ പെങ്ങളോടുള്ള ഒരു കെയറിങ് ആട്ടോ. അത് അവളോട് മാത്രമല്ല കേട്ടോ, ഞങ്ങളോടും പറയണ്ട അങ്ങോട്ട് പോകണ്ട, അവിടെ പുലി വരും, പുലി ഒളിഞ്ഞിരിക്കുന്നുണ്ടാവുന്നൊക്കെ കേട്ടോ അവൻ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കൽ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴാണ് സജീന താത്തയും താത്താൻ്റെ ഉപ്പയും ആങ്ങളെയൊക്കെ കൂടിയിട്ട് ബിരിയാണി ഉണ്ടാക്കണ കണ്ടു കേട്ടോ. അപ്പം ഞാനും വിചാരിച്ചു അത് വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് നിന്നപ്പോഴാണ് സജീന താത്താൻ്റെ ആങ്ങളെ പറഞ്ഞാൽ യൂട്യൂബിൽ ഇടാനാവില്ല, യൂട്യൂബിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടാവില്ലേ എന്ന് പറയുന്നത്. സജീന താത്ത പറയുന്നത് അവൾക്ക് എടുക്കണില്ല. അപ്പം അവൻ പറയാണ് ഇല്ല. മെയിൻ ഷെഫ് പറഞ്ഞിട്ടില്ലേ. ചിക്കനിക്കുള്ള മസാലയാണ് കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ചോറൊക്കെ വെച്ചിരുന്നു, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനും കുട്ടികളൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് പിന്നെ വേറെ സ്ഥലങ്ങൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് വന്നപ്പോഴാണ് പിന്നെ ആടിനെ ഇറക്കുന്നതും ഒക്കെ കാണുന്നത് കേട്ടോ. ഇവർ രണ്ടാളും കൂടിയിട്ട് കേട്ടോ മെയിൻ ഷെഫ് ഇവിടുത്തെ. അവർ രണ്ടാളും കൂടിയാണ് വെക്കണതും ഒക്കെ ചെയ്യണത് കേട്ടോ. അങ്ങനെ പിന്നെ മസാലയൊക്കെ റെഡിയായി. പിന്നെ അങ്ങനെ വെക്കുമ്പോൾ പിന്നെ ഓരോരുത്തരായി വരൽ തുടങ്ങിയിട്ട് അവരോടൊക്കെയുള്ള ആൾക്കാർ. പിന്നെ കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.